പ്രശ്നം ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട. നീ ഒന്നും ചെയ്താലും പ്രശ്നം മാറാൻ പോകില്ല. ചെയ്യുന്നതൊക്കെ ഞാനാണ്. എന്നാലോചിച്ച് നോക്കി. എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കിട്ടണം. നീ ഒന്നും ചെയ്യണ്ട. നീ ഒന്നും ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നും മാറില്ല. ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്തോളാം. പ്രശ്നം എൻ്റെയാണ്. അപ്പോൾ ഈ ത്രിത്വത്തിൻ്റെ അനുഭവമാണ് ഇതിൻ്റെ ഒരു കോർ പോയിന്റ്, ഇതിൻ്റെ കാതൽ. ഇത് നമ്മുടെ ആദ്യ ധ്യാനങ്ങളിൽ നിങ്ങളെ കേട്ടല്ലോ. അന്ന് ത്രിത്വയിലെ ദൈവം നമ്മിൽ തന്നെ വസിക്കുന്നു എന്നുള്ള ആ വെളിച്ചം കിട്ടിയപ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നി? പിന്നെ എന്താ, ഇനി എന്താ? ഞാൻ അന്നുണ്ടായ ഒരു സംഭവം പറയാം. ഇരിഞ്ഞാലക്കുട നമ്മളുടെ വളരെ ബന്ധത്തിലുള്ള ഒരു അങ്കിളാണ്. അദ്ദേഹം പരസ്യമായി സാക്ഷ്യം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പറയുന്നതിന് വിരോധമില്ല. കണ്ടംകുളത്തിൽ ജോണാണ്. കണ്ടംകുളത്തിൽ ഓയിൽ മിൽസ്. അവരുടെ ആ വലിയ ഫാക്ടറി, 160ഓളം ജോലിക്കാർ ജോലി ചെയ്യുന്ന ഫാക്ടറി, കശുവണ്ടി ഫാക്ടറി മാസങ്ങളായിട്ട് അടഞ്ഞു കിടക്കുക. എന്നാൽ ഇവർ വളരെ ഭക്തരും പണ്ടേ മുതൽ ഇവരുടെ ആളുകളും ആൻറ്റിയും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും 6 മണിയുടെ കുർബാനയ്ക്ക് പോയി എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ധ്യാനത്തിൽ ചെന്നപ്പോൾ ഞാൻ ചോദ്യം അവിടെ പോകണ്ടേ, നമ്മളുടെ വീട്ടിൽ ബന്ധുക്കളുടെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ അപ്പം എനിക്ക് പുള്ളിയായിട്ട് നേരത്തെ നല്ല പരിചയമാണ്. ഞങ്ങൾ എൻ്റെ പ്രശ്നം ഈ 160 ആളുകളെ പട്ടിണിയായി പോകണല്ലോ എന്നുള്ളത് ആലോചിക്കും. എങ്ങനെയെങ്കിലും ഈ ഫാക്ടറി ഒന്ന് തുടങ്ങാനായിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേഴ്സൺ പേരുടെ പടം കൈകൊണ്ട് വരച്ച് ഒരു കുടുംബമായി ഈ ഈശോ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും 4 മണി വരെ പ്രാർത്ഥിക്കുന്നത്. ശരിയാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അത് നമുക്ക് ശരിയാണ്. നമ്മളിങ്ങനെ എവിടെയോ ഇരിക്കുന്ന കർത്താവ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്നുള്ള ബോധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തിനെ ആരാധിക്കുക, സ്നേഹിക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം ആ കർത്താവ് പരിഹരിക്കണം. ആ കർത്താവിനെ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക. കർത്താവ് എനിക്ക് അസാധ്യം ഈ പ്രശ്നത്തിൽ പരിഹാരം. ഓക്കെ, അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു, പ്രശ്നം അങ്ങനെ ഉണ്ട്, മാറിയോ? വിളിച്ചിരിക്കുക. നീ എന്ത് പറയുന്നത്? ഇത്രയും വലിയ ഈ ഫാക്ടറി ഇത് തുടങ്ങണമെങ്കിൽ ഒരു 3 കോടി രൂപയുടെ കശുവണ്ടിയെങ്കിലും വേണം. ബാങ്കുകാരാരും നമുക്ക് ലോൺ തരില്ല നമ്മൾ പ്രശ്നത്തിലാണെങ്കിൽ. പ്രശ്നമല്ലാത്ത സമയത്ത് എല്ലാ ബാങ്കും നമ്മളെ സഹായിക്കാനുണ്ടാവും. അത് ഞാൻ പ്രാർത്ഥിക്കാനുണ്ട് നീ പറഞ്ഞ മാതിരി. പക്ഷേ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ധ്യാനം പോകുന്ന കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ധ്യാനം കൂടാനുള്ള ഒരു മാനസിക അവസ്ഥ എനിക്കില്ല. 7-ാം ദിവസം ഇദ്ദേഹം ഫോൺ വിളിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഭയങ്കരമായിട്ട് വിറയ്ക്കുകയാണ്. ഇദ്ദേഹം പറയാണ്, എൻ്റെ 45 വർഷത്തെ ഇന്റർനാഷണൽ ബിസിനസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ശീർഷകം എന്താ, നമ്മുടെ മാസ്റ്റർ പീസ് വചനം എന്താ? നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ വിളിക്കുന്നത്. പുള്ളി പറയാണ്, പുള്ളിയുടെ ഒരു സുഹൃത്തിനെ കാണാൻ കൊല്ലത്ത് പോയി, വേറൊരു കശുവണ്ടി വ്യവസായി. അവിടെ ചെന്നപ്പോൾ റോഡിൽ മുഴുവനും ട്രക്കുകൾ ഇങ്ങനെ കഴിഞ്ഞായിട്ട് കിടക്കണം. ഇതെന്താവോ പറ്റി? അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയാണ്, എന്താ ജോണി, നിന്റെ ഫാക്ടറിക്ക് എന്ത് പറ്റി?
എൻ്റെ ഫാക്ടറിക്കൊന്നും പറ്റിയിട്ടില്ല. കശുവണ്ടി ഇല്ലാത്ത കുഴപ്പമുള്ളൂ. കശുവണ്ടി ഇറക്കാനായിട്ട് എൻ്റെ അടുത്ത് കാശില്ല. അത്രയും പ്രശ്നമുള്ളൂ. എൻ്റെ പ്രശ്നം ഇവിടുത്തെ ഒരു കപ്പൽ നിറച്ച് കശുവണ്ടി വന്നിട്ട് അത് വെക്കാൻ സ്ഥലമില്ലാണ്ട് അതുകൊണ്ട് ഈ ട്രക്കുകളൊക്കെ നിന്റെ ഫാക്ടറിയിലൊക്കെ കഴിക്കും. കാശൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യും. വളരെ വണ്ടികൾ ക്യൂ ആയിട്ട് ഫാക്ടറിയിലേക്ക് വരികയും പിറ്റേ ദിവസം രാവിലെ ഫാക്ടറിയുടെ സൈറൻ ഊതി. ഒരുപാട് പേർക്ക് ഞാനതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകുന്ന ഒരു വ്യത്യാസം, നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല ഇതൊക്കെ നടക്കണേന്നും നമ്മളിൽ ദൈവം തന്നെ വസിക്കുന്നു എന്നും ആ ദൈവത്തിന് നമ്മളൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ആ ദൈവത്തിനെ വിട്ടുകൊടുത്തിട്ട് കർത്താവേ ഞാനല്ല, എന്നിലൂടെ അല്ല. അപ്പൊ കർത്താവ് തന്നെ പറയുന്നത് നീ ചെയ്താലൊന്നും ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ. ഈ ജീസസ് വണ്ടറിനെ ഓരോ മാസവും ഞാനിങ്ങനെ കരയും. ശരിക്കും കണ്ണുനീർ ഒഴുകി കരയേണ്ടി വരികയാണ്. ഒരു ദിവസം അന്ന് ഞാൻ യുക്കലായിരുന്നു. അപ്പോൾ അവിടെ ധ്യാനം കഴിഞ്ഞു. ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇതിനൊക്കെ പൈസ ഒപ്പിക്കുന്നതെയും ഞാനിരുന്ന് എൻ്റെ കർത്താവെ ഞാൻ എന്ത് ചെയ്യണം, ഇത്രയും വലിയ പ്രോജക്റ്റ്, ഇത്രയും മനോഹരമായ പ്രവർത്തനം, പക്ഷെ ഇതിന് കാശ് എങ്ങനെ കിട്ടും? ഞാനിങ്ങനെ അപ്പം ഞാൻ 1-2 ആളുകൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു 10,000 യൂറോ ഉടനെ വേണം ഇതിന്. 10,000 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര ലക്ഷം? ഒരു 5 ലക്ഷം കൂടിയോ, അല്ലെങ്കിൽ ഒരു 4 ലക്ഷം. അപ്പം ഇവിടെ ആണെങ്കിൽ ഇവർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ, ആളുകൾക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ ജോലി ചെയ്യാറില്ലല്ലോ. ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വീട്ടുപാട് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഭക്ഷണം മേടിക്കാൻ പറ്റില്ല, അവർക്ക് പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഈ സ്റ്റേജിലാണ്. രാവിലെ തന്നെ എനിക്ക് ഫോൺ കിട്ടി. ആ ടെൻഷൻ വെച്ചുകൊണ്ടാണ് ഞാനവിടെ നിൽക്കുന്നത്. ഞാനങ്ങനെ അങ്ങ് കരഞ്ഞു, ശരിക്കും കരഞ്ഞതിൻ്റെ കർത്താവ് നിനക്കറിയാമോ ഈ ആവശ്യം. അങ്ങനെ കരഞ്ഞ് എൻ്റെ കണ്ണിൽ നിന്ന് കുറേ കണ്ണുനീര് ഈ ഫോണിൽ ഇങ്ങനെ വീണു. അപ്പോഴുണ്ടല്ലോ ഫോൺ അടിക്കണം. ഫോൺ ബെല്ലടിച്ചു. നോക്കിയപ്പോൾ എന്താ, ആ കണ്ണുനീരിൻ്റെ അകത്ത് ഒരാളുടെ പേര്, ആരാണ് വിളിക്കണമെന്നുള്ളത്. അത് ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ത്രീയാണ്, ഓസ്ട്രേലിയക്കാരി പണി. ഞാൻ ഉടനെ ഫോൺ എടുത്തപ്പോൾ അവർ പറയണം, തോമസ് പോളെ നീ കരയണ്ട, ഞാൻ 10,000 യൂറോ ഇപ്പോൾ ബാഗിലിട്ടിട്ടുണ്ട്. അതേസമയത്ത് ബാക്കിയുള്ള ഒരുപാട് പേര് ചിന്തിക്കണം, ഇത്രയും വലിയ ആള് ഒരു ദിവസം ഇന്ത്യയിലാണെങ്കിൽ അടുത്ത ദിവസം ജർമ്മനിയിൽ, അടുത്ത ദിവസം അമേരിക്കയിൽ, അടുത്ത ദിവസം എന്തോ ഒരു കോടീശ്വരനാണ്, എന്തോരം പൈസ, അങ്ങനെ അവിടെ ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റ്, ഇവിടെ വീട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുകയും അത് പറയുകയും ചെയ്യും. ഇത് മാറ്റാൻ നമുക്ക് പറ്റും. അപ്പം നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ് എന്ന് പറഞ്ഞില്ല പറ്റും. ദൈവം തന്നെയാണ്, ത്രിത്വൈക ദൈവം. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകും. അപ്പൊ ഇത് വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ തോന്നാണ്. ത്രിത്വം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അവർ ഒരേപോലെയുള്ള ആളുകളല്ല. അവർ 3 പേരും വ്യത്യസ്ത പ്രവർത്തനവും വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത എന്താ പറയുക, അത് കാറ്റഗിസത്തിൽ നിന്ന് ഇവിടെ പോയി കാറ്റഗിസം
പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമല്ല. മനസ്സിലായോ? പിതാവ് പുത്രനാണ്, പുത്രനെ പോലെയാണ്. അല്ല, പിതാവ് പുത്രൻ തമ്മിൽ വ്യത്യസ്തമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ അപ്പൻ നമ്മുടെ മകൾ വ്യത്യസ്തമുണ്ട്. പിതാവ് എത്ര നമ്പർ? 254. ദൈവിക വ്യക്തികൾ അന്യോന്യം വ്യതിരിക്തരാണ്. അവർ അന്യോന്യം വ്യതിരിക്തരാണ്. ദൈവം ഏകനാണ്. ദൈവം ഏകനാണ്, എങ്കിലും ഏകാന്തനല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്ന് മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ്. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല. പിതാവായിരിക്കുന്നവൻ പുത്രനല്ല. പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. അവർ ഉത്ഭവത്തിലെ ബന്ധത്തിൽ പരസ്പരം വ്യതിരിക്തരാണ്. ജനിപ്പിക്കുന്നത് പിതാവാണ്. ജനിക്കുന്നത് പുത്രനാണ്. പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവിക ഏകത്വം ത്രിയേകമാണ്. അപ്പോൾ ഇവർ വളരെ വ്യത്യസ്തരാണ്, എങ്കിലും ഇവർ ഒന്നാണ്. ആ നാനാത്വത്തിൽ ഏകത്വവും ആ വ്യത്യസ്തതയെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് സമാധാനം. എനിക്കൊരു സമാധാനമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് എന്നാ സമാധാനം ഉണ്ടാകും? പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള സമാധാനമല്ല ദൈവം നമുക്ക് തരുന്നത്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കെ അതിൻ്റെ മധ്യത്തിലുള്ള ദൈവിക സാന്നിധ്യമാണ്, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവം നൽകുന്ന സമാധാനം. നമ്മൾ ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ മാറ്റുകയാണ്. ആ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ സമാധാനം കിട്ടും. എങ്ങനെയെങ്കിലും അത് മാറ്റിക്കഴിയുമ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം വരുന്നില്ലേ? പ്രശ്നങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ഒരു സമാധാനത്തിന്റെ ശുശ്രൂഷ അല്ല നമ്മുടെ. മറിച്ച് വള്ളത്തിൽ വെള്ളം കയറിയിട്ടും തിരമാലകൾ ഉയർന്നിട്ടും കൊടുങ്കാറ്റ് ഊതിയിട്ടും അതിനൊന്നും മാറാതെ അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന കർത്താവിൻ്റെ സമാധാനമാണ്. ലോകത്തിന്റെ സമാധാനമാണ്. ഈ 10 ദിവസം കൂട്ടിട്ട് കിടന്ന് മുഴുവൻ ഉണ്ടാകുന്നു. അയ്യോ, ഇങ്ങനെ കർത്താവ് ഞങ്ങൾ മരിക്കാൻ പോലെ. അപ്പോൾ കർത്താവ് എവിടെ നിങ്ങളുടെ വിശ്വാസം? അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകുന്ന നമ്മുടെ ചിന്തകൾ, അടിസ്ഥാനപരമായ മാറ്റം ഇതാണ്. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തിരമാലകൾ ഉണ്ടാകും, കടലലറും, വള്ളത്തിൽ വെള്ളം കയറും, എങ്കിലും നിങ്ങൾ മുങ്ങുകയില്ല. കാരണം ത്രിത്വൈക ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 14-ാം അധ്യായത്തിന്റെ ആദ്യവും അവസാനവും പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. എന്നാൽ അസ്വസ്ഥത ഉള്ളതുകൊണ്ടല്ലേ പ്രശ്നം മുഴുവൻ. ഈ അസ്വസ്ഥത മാറാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്നുറങ്ങുന്ന ദൈവത്തിലെ ആശ്രയിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ദൈവമാണ്.
നമ്മൾ വീഴുകയില്ല. നമ്മളിനി ഈ 14-ാം അധ്യായത്തിലേക്ക് പോവാം കുറച്ചുകൂടി. അപ്പോൾ 6-ാമത്തെ വചനം വരെ ഈശോ പറയുന്നത് എന്താ? ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിലേക്ക് വരില്ല, പിതാവിലേക്ക് വരില്ല. നമ്മൾ എന്തെല്ലാം അവസ്ഥയിലുള്ളവരായാലും ദൈവം പിതാവ് അറിഞ്ഞ് നമ്മളെ പിതാവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഏക വഴിയാണ് ഈശോ. ഈശോ പറഞ്ഞത് ഞാനാണ് വഴി എന്ന് പറഞ്ഞത്. ഞാൻ ആ വഴി കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്, ഞാൻ ആ വഴി കാണിച്ചു തരാമെന്നല്ല പറഞ്ഞത്. ഞാനാണ് വഴി, ഞാനാണ് വഴി. I am the way. I am. അതാണ് മനസ്സിലാക്കാൻ കൂടുതൽ ഞാൻ വേണം. ഞാൻ ആ വഴിയിൽ കൊണ്ടുപോകാമെന്നല്ല പറയുന്നത്, ഞാനാണ് വഴി. എന്നിൽ വിശ്വസിക്കുന്നവൻ ജ്ഞാനമായിട്ട് ലയിച്ചു. ഇനി നീ താനെ ആ വഴിയിലാണ് പാടട്ടെ. ഈശോയുടെ പ്രഘോഷണ കാലഘട്ടങ്ങളിൽ വിസ്മരീയത നിറഞ്ഞ കാലഘട്ടം. ഒന്ന്, ഈശോയെ കുറിച്ചുള്ള മുഴുവൻ കാര്യം പറയാൻ പറ്റുന്നില്ല. എന്നാൽ നിയമജ്ഞരും പരിസേയരും ഇത്രയുമെല്ലാം നിയമത്തെ കുറിച്ച് പഠിച്ചിട്ടും ആ നിയമത്തിൽ തന്നെ ഈശോയെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. ആ മോശ പറഞ്ഞ കാര്യം തന്നെ ഇവർക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ ചിലർക്ക് മനസ്സിലായി. മോശയുടെ പുസ്തകത്തിലും നിയമത്തിന്റെ പുസ്തകത്തിലുമെല്ലാം എഴുതിപ്പെട്ടിരിക്കുന്ന അവനെ ഞങ്ങൾ കണ്ടു. മത്തായി പറയുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 41 അല്ലെങ്കിൽ 39 വായിച്ചേണ്ട. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. അവിടെയാണ് നമ്മളുടെ കൂട്ടുകൾ കിടക്കുന്നത്. ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിലും ആ ദൈവത്തിന് നിത്യജീവനുണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ മറ്റ് പല ദൈവങ്ങളും മറ്റു പല ആഗ്രഹങ്ങളിലും മറ്റു പല വിശ്വാസത്തിലും മറ്റു പല ബോധ്യങ്ങളിലും കുടുങ്ങി കിടക്കുകയാണ് നമ്മൾ. Okay, come back to 14. John 14 വരുമ്പോൾ ഈശോ അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വലിയ രഹസ്യമാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ യേശുവുമായിട്ട് നമ്മളുടെ ആന്തരികമായി ലയിച്ചു കഴിഞ്ഞാൽ, ആ നീതീകരണത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്വർഗത്തിലാണ്, പിതാവിൻ്റെ അടുത്താണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണും, കാരണം ഞാനും പിതാവും ഒന്നാണ്. അതിനുശേഷം പറയുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം, പിതാവുമായിട്ടുള്ള ആ അനുഭവത്തിൻ്റെ ഒരു പ്രധാന വിഷയം ശ്രവണമാണ്. ശ്രവണം. ഇപ്പോ ചേച്ചി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കാതിലൊരു തണുത്ത കാറ്റ് വീശുന്ന അനുഭവം ശ്രവണമാണ്. കാത് തുറക്കപ്പെടുകയാണ്. പിതാവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നത് പറയുകയാണ്. പിതാവിൻ്റെ പറയലും ചെയ്യലും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറയുന്നത്. 10-ാമത്തെ വചനത്തിൽ നിന്ന് വായിച്ചത്, ഞാൻ പിതാവിലും എല്ലാവരും
നിങ്ങളോട് പറയുന്ന വാക്കുകൾ, അതുകൊണ്ട് പറഞ്ഞെല്ലാവരും, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല എന്ന് നമ്മൾ ഇത്രയും വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വന്നു കഴിഞ്ഞു അത് പിതാവ് പറയുന്നതാണ് അല്ലേ? പക്ഷെ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുക. അതെന്താ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി? ഞാൻ പറയുന്ന വാക്കുകൾ ഞാനല്ല പറയുന്നത്, മറിച്ച് എന്താ ആ വാക്കുകൾ? പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ പിതാവ് പ്രവൃത്തി ചെയ്യുന്ന എങ്ങനെയാണ് നോക്കി? ആദ്യമേ മുതൽ പിതാവ് പ്രവൃത്തി ചെയ്യുകയുള്ള പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. അപ്പൊ പ്രകാശം ഉണ്ടാക്കേണ്ട പ്രവൃത്തി പിതാവ് എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മതി. പിതാവ് പറഞ്ഞാൽ അത് സംഭവിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ പിതാവിന്റെ പ്രവൃത്തിയാണ്. നോക്കിയേ, നമ്മൾ എങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, എന്ത് പ്രാർത്ഥിക്കണം? നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെക്കാളും വലുത് നമ്മളുടെ പ്രാർത്ഥന പ്രധാനമായിട്ട് ശ്രവണമായിരിക്കണം. അതാണ് അവൾ യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് അവനെ ശ്രവിക്കുകയായിരുന്നു. അപ്പൊ അവൾ ശ്രവിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? പിതാവ് ആഗ്രഹിക്കുന്ന കാര്യം അവിടെ സംഭവിക്കുക. ഞാൻ ഓസ്ട്രിയയിലായിരിക്കുമ്പോൾ ഒരു വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. 3 മാസത്തെ വിസയ്ക്ക് എല്ലാ വശത്തുനിന്നും റിജക്ഷൻ വന്നു. ഒരു തരത്തിലും വിസ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളെന്ത് നമ്മളോട് കർത്താവിൻ്റെ അടുത്തിരുന്നു, കർത്താവെ നീ പറയും. ഷാജി എൻ്റെ ബാങ്കിൻ്റെ അകത്തെ നീല പുസ്തകം പേരുന്നുണ്ട്. അങ്ങനെ കേൾക്കുകയാണ്, നിനക്ക് ഞാൻ ജർമ്മനിയിൽ 5 വർഷത്തെ വിസ തരും. ഇപ്പൊ എൻ്റെ ഫീലിംഗ് എന്താ? എനിക്കിത് കിട്ടിക്കഴിഞ്ഞിരിക്കണം. കാരണം കർത്താവ് പറഞ്ഞാൽ ഇത് ഞാൻ പറയുകയല്ല, എൻ്റെ പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കുറച്ച് സമയം എന്നോട് സംസാരിക്കും. അങ്ങനെ പറയും, അത് ഇതിനകത്ത് എഴുതും. പറഞ്ഞാൽ അത് നടന്നു കഴിഞ്ഞു. എഴുതിയാൽ കുറച്ചുകൂടി ഉറപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു വശം. നമ്മൾ അങ്ങോട്ടൊന്നും പറയാതെ കർത്താവേ നീ പറയും. കാരണം നീ പറയുന്നത് സ്വയമേവ പറയുകയല്ല, മറിച്ച് പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുക. എൻ്റെ പേഴ്സ് അതിനകത്ത് കിട്ടുന്നു. പേഴ്സ് എന്നിട്ട് ഉടനെ അവിടുന്ന് ഞാൻ അടുത്ത ഫ്ലൈറ്റ് കയറി നാട്ടിലോട്ട് പോന്നു. ഈ അക്കാഡമിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന തുടങ്ങി. ഇനി ഇതെങ്ങനെയാണ് കർത്താവ് നടത്താൻ പോകുന്നതാണ്? 5 വർഷത്തെ വിസ കിട്ടുന്നുള്ളത് നല്ല ഉറപ്പായി. എന്താ ഉറപ്പ്? കർത്താവ് പറഞ്ഞു. ഉറപ്പെന്താ? ഈശോ പറയാണ്, ഞാൻ പറയുന്നത് ഞാനല്ല, പിതാവ് തന്റെ
ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ഇനി എങ്ങനെയാണ് ഇത്? മാതാവ് ചോദിച്ച മാതിരി എങ്ങനെ ഇത് നടക്കാൻ പോകും? എങ്ങനെയാണ് ഇത് നടക്കാൻ പോകും? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ പണ്ട് എൻ്റെ ധ്യാനം കൂടിയ ഒരു സ്ത്രീയെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. നീ അവളോട് പറയണം. അപ്പോൾ അവൾ അന്ന് ഒരു ദിവസം ഒരു വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമായി, ഞാൻ എന്ത് ചെയ്യണം നിനക്ക് വേണ്ടി? ഞാൻ വിസ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അന്ന് എനിക്ക് വിസയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം വിസയ്ക്ക് എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ ഓർക്കുക. അത് ഞാൻ മറന്നുപോയി. 2-3 വർഷം മുമ്പ് ഇവിടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അഡ്രസ്സോ ഒന്നും എൻ്റെ അടുത്തില്ല. ആ റീജിയനിൽ ആ ഓർഗനൈസ് ചെയ്ത ആള് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അയാൾക്ക് ഉടനെ ഞാനൊരു മെയിൽ, നമ്മളുടെ പോക്കറ്റ് കമ്പ്യൂട്ടറിൻ്റെ ഗുണം അത് അവിടെ എപ്പോഴും മെയിൽ അയച്ചു. അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കണേ. പുള്ളിയുടെ പേര് അന്ത്രിയാസ് വെൽഷിനെ മെയിൽ അയച്ചു. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളി സാധാരണ നമ്മുടെ മാതിരിയൊന്നും മെയിൽ ചെക്ക് ചെയ്യാറില്ല, വളരെ തിരക്ക്. ഒരു ദിവസം മെയിൽ അയച്ച ഒരാഴ്ച കഴിയുമ്പോഴേ പുള്ളിയുടെ ഉത്തരം കിട്ടാറുള്ളൂ. പക്ഷേ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളിങ്ങനെ അയച്ചു മെയിൽ ഇങ്ങനെ അന്ന് ആ ധ്യാനത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, വിസ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെണ്ണ്. അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവളെ കണ്ടുപിടിക്കണം. എന്നിട്ട് 5 വർഷത്തെ വിസ ദൈവം നമുക്കായി തരാമെന്ന് പറയുന്നു. അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് അവള് ഓഫീസിന്റെ അകത്തുനിന്ന് കണ്ടുപിടിച്ച് നമ്മളോട് പറയണം. 1 മണിക്കൂർ ഞങ്ങളുടെ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് അവന്റെ ഉത്തരം വന്നിരിക്കുകയാണ്. അവളെ കണ്ടുപിടിച്ചിരിക്കുന്നു, അവളോടെല്ലാം സംസാരിച്ചിരിക്കുന്നു. അവള് പറയണം, ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ എന്നാലും നമുക്കൊരു ജോലിയോ ജർമ്മൻ ഭാഷയോ അറിയില്ല. എന്താണ് നമ്മളെ ഇനി ഇപ്പൊ അച്ഛന്മാരെയൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അച്ഛനാണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവർക്ക് തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതിൻ്റെ പേര് ഡയസിസ്, മറ്റേ ഡയസിസിന് എഴുതി അവരിതൊക്കെ. നമുക്ക് ഇങ്ങനെയുള്ളതൊന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ കണ്ടുപിടിച്ചു. അവൾ എന്താ കണ്ടുപിടിച്ചെന്നറിയാമോ? മുസ്ലിം സഹോദരന്മാരെ വേദം പഠിപ്പിക്കാൻ മുതലിയാർമാരുടെ അവരുടെ ഗുരുക്കന്മാരെ കൊണ്ടുവരുന്നതിന് വിസ കൊടുക്കാനുള്ള ഒരു ക്ലോസ് ഉണ്ട്. മനസ്സിലായി? അവരെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. അതിന് ഇന്ന ക്ലോസ് ഇതനുസരിച്ച് ആ നിയമത്തിൽ. അവളുടെ ബോസിനോട് പറയുകയാണ്, ആ ക്ലോസ് ബൈബിൾ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ആ ക്ലോസ് ഇവിടെ ബൈബിൾ പഠിപ്പിക്കാൻ ഒരാളെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ്സിലാണ് നമ്മുടെ വിസ കിട്ടുന്നത്. അങ്ങനെ 5 വർഷത്തെ വിസ കിട്ടി. ആ 5 വർഷം കഴിയുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് പറയാണ്, നിനക്ക് 5 വർഷം വിസ നീ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ നിനക്ക് ജീവപര്യന്തം ലൈഫ് ലോങ് വിസ കിട്ടാൻ നിനക്ക് എലിജിബിൾ ആണ്. അതാണ് ഞാനിവിടെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇത് നോക്കിയിട്ട് അവർ ചോദിച്ചു, ഇതിനകത്ത് ഡേറ്റ് എഴുതിയിട്ടില്ലല്ലോ, ഇത് എന്നുവരെയാണ് വാലിഡ് എന്നുള്ളത്, ഡേറ്റ് എഴുതിയിട്ടില്ല. മനസ്സിലായി? എന്താ അതിന് എവർലാസ്റ്റിംഗ് വാലിഡിറ്റി, ലൈഫ് ലോങ് വാലിഡിറ്റി. there is no date. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ സ്വരം കേൾക്കണം.
ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ സ്വരം കേൾക്കുകയല്ല വേണ്ടത്. കർത്താവേ, നീ എന്താണ് എന്നിൽ നിന്ന് ആവശ്യം? എന്താ എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? എനിക്ക് എന്ത് ചെയ്യണം? നീ പറയും. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ദിവസം എൻ്റെ മുമ്പിൽ 1000 സംവത്സരങ്ങൾ പോലെയാണ്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ 24 മണിക്കൂർ ഇരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ത്രിത്വം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് ദൈവം നമ്മളോട് പറയുമ്പോൾ തന്നെ അത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. യെരമ്യായോട് കർത്താവ് പറഞ്ഞു, നീ ബാലനാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്, നീ വെറും ബാലനാണെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നത് അടിച്ച് തകർക്കാനും പിഴുതെറിയുവാനും പണിതുയർത്തുവാനും നിന്നെ ഞാൻ അയക്കും. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇതാ കർത്താവ് തൻ്റെ വചനം അവൻ്റെ നാവിൽ വെച്ചു. ഇത്രയൊക്കെ നമുക്കറിയാം. നമ്മൾ സാധാരണ ആരും പറയാത്തൊരു വചനം, അത് കഴിഞ്ഞിട്ടുള്ള വചനം. 12ാമത്തെ വചനം ജെറമ്യ 1:12 എന്ന് വായിക്കും. ജെറമ്യ 1:12. ജെറമ്യ 1:12. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമ്യ, നീ എന്ത് കാണുന്നു? ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ. ജെറമ്യ പറഞ്ഞു, ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ. ദർശനമാണ്. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടത് ശരി തന്നെ. എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഏറ്റുപറഞ്ഞ കരം ഉയർത്തി, എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. കർത്താവ് നമ്മളോടൊരു വചനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിവർത്തിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? വീണ്ടും റെസ്പോൺസിബിലിറ്റി. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? കർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റി. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ചുമ്മാ ഒരു വാചകം അടിച്ചാണ്. കർത്താവിൻ്റെ ഒരിക്കലും എൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല, ഒരിക്കലും പാഴാകില്ല. എൻ്റെ വചനം അത് നിവൃത്തിയാകും. അപ്പോൾ എങ്ങനെ നിവൃത്തിയാകുന്നത്? വചനം നിവൃത്തിയാകുന്നതിൻ്റെ പൊരുളാണ് യേശു പറയുന്നത്. ഞാൻ പറയുന്നത് സ്വമേധയാ പറയുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി നിർവഹിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇതാണ് മറ്റൊരു വലിയ കാര്യം. എവിടെയും നമ്മൾ ബൈബിളിൽ മുഴുവനും കാണുന്ന ഒരു കാര്യം ഇതാണ്. എല്ലാ പ്രവാചകന്മാരും എന്തായിരുന്നു അവരുടെ പ്രധാന ക്യാരിസം, അല്ലെങ്കിൽ പ്രധാന വരം, അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് ചെയ്തത് എന്താ? ദൈവത്തെ ശ്രമിക്കുകയായിരുന്നു. ശ്രവണം. എല്ലാം അവരോട് അവരാരും അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. അവരെന്ത് ചെയ്യണമെന്ന് കൃത്യമായി അളവ് സഹിതം, മില്ലിമീറ്റർ സഹിതം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇന്ന അളവിൽ ഒരു പേട്ടനുണ്ടാവണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും ഇതാ എൻ്റെ ജീവിതത്തെ നയിക്കുന്ന ഏറ്റവും വലിയൊരു വചനമാണ്.
എൻ്റെ ഈ ഡയറിയിൽ വർഷങ്ങളായിട്ട് ഞാൻ എഴുതുന്നു. അതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു വചനം ജെറമിയ 7:23 എന്നുള്ളതാണ്. ജെറമിയ 7:22 മുതലുള്ള വചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അവരോട് ദഹനബലികളോ, ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹനബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എന്റെ വാക്ക് അനുസരിക്കുകയും എന്റെ സ്വരം ശ്രവിക്കുക. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ, എല്ലാവരും കരമുയർത്തി, അവരാകട്ടെ അനുസരിക്കുകയോ ശ്രമിക്കുക പോലുമോ ചെയ്തില്ല. കണ്ടിന്യൂ. കേൾക്കുക പോലുമോ ചെയ്തില്ല. അതുകൊണ്ട് തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ്, എല്ലാവരും ശബ്ദമുയർത്തി, അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. Praise the Lord. എല്ലാവരും ഒരിക്കൽ കൂടി പറയുക, അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. ദൈവസ്വരം നമുക്കറിയാവുന്ന ദൈവ കൽപ്പനകൾ മാത്രം പാലിച്ച് ജീവിക്കുന്നതിലല്ല, കൃത്യമായിട്ട് ദൈവം നമ്മളോട് പറയുന്നു, ഇന്നത് നീ എനിക്ക് വേണ്ടി ചെയ്യണം. അത് ശ്രവിക്കണം. ആദ്യം ശ്രവിക്കുമ്പോൾ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് അത് കർത്താവ് തന്നെ അതിന് വേണ്ടതെല്ലാം സന്നാഹം ചെയ്തിട്ടുണ്ടാകും. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇനി ആഴത്തിലേക്ക് വരരുത്. കർത്താവ് കഴിഞ്ഞ രാത്രി മുഴുവനും the whole night I have toiled here. ഈ കടന്നു ഇവിടെ തന്നെ. എന്നിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും ഇപ്പോൾ നീ പറഞ്ഞതുകൊണ്ട് നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ എന്തോ ഒരു വലിയ ചാകര. അവിടെയുള്ള മറ്റൊരു രഹസ്യം, അവർക്കിത് വലിച്ചു കീഴ്ക്കാൻ പറ്റുന്നില്ല. അവിടെ അവർ മറ്റ് വള്ളക്കാർക്ക് സിഗ്നൽ കൊടുത്തു. മറ്റു വള്ളക്കാർക്ക് കാണിച്ചു. അപ്പൊ മറ്റു വള്ളക്കാരെ ആരാണ് അവിടെ ഒരുക്കി വെച്ചുകൊണ്ടിരുന്നത്? മനസ്സിലായി? മറ്റു വള്ളക്കാരെ കർത്താവ് തന്നെ അവിടെ മുൻകൂട്ടി ഒരുക്കി വെച്ചു. അവർക്ക് സിഗ്നൽ കൊടുത്തു. അവരും വന്ന് 2 വള്ളവും നിറയുമോളം നിറച്ചു. എന്താണ് അതിലെല്ലാത്തിൻ്റെയും ഒരു കാര്യം? അവർ കർത്താവിനെ ശ്രമിച്ചു. കർത്താവ് വള്ളത്തിലുണ്ടായി, കർത്താവിനെ ശ്രമിച്ചു. ഇത് തന്നെയാണ് അവസാനം. ഇത്രയും പരിചയമുള്ളവരും ഉത്ഥാനം കഴിഞ്ഞ് ഉത്ഥിതനായ യേശുവിനെ കണ്ടു. ഞാൻ നിങ്ങളെ ദൈവപിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടും അന്ന് വൈകുന്നേരം അവർ വീണ്ടും വള്ളപ്പണിക്ക് പോയി. എല്ലാവരും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. പ്രഭാതമായപ്പോൾ കരയിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മീൻ വലതുണ്ടോ? ദൈവമേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ കിട്ടിയില്ല. അവൾ പരസ്പരം കുറ്റം പറയാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ട് നീട്ടിയെറിയാനായിട്ട്. എനിക്ക് ഇത്രയും കിട്ടിയാൽ ഇപ്പോഴത്തെ രാവിലെ തന്നെ ഒരു കസ്റ്റമർ അവിടെ നോക്കി നിൽക്കുന്ന കാശും കിട്ടിയാൽ
രക്ഷയില്ല. അവർ തിരിച്ചു പറഞ്ഞു, മീനൊന്നുമില്ല. പക്ഷേ അങ്ങനെ അവിടെ പോകുന്നില്ല. അവിടെ നിന്ന് അദ്ദേഹം വിളിച്ചു പറയാൻ, ഇവർക്ക് ആദ്യം ഒരു ചീവ നിന്നുണ്ടാവും. നമ്മൾ വള്ളപ്പണി പഠിപ്പിക്കുന്നത്, നമ്മൾ ഈ കടപ്പുറത്ത് ജീവിതം മുഴുവനും കഴിച്ചാൽ നമ്മളെ മീൻ പിടിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്നാലും കുറച്ച് പേര് പറഞ്ഞു, എന്തായാലും നമ്മൾ ഇത്രയും പണി അറിയാവുന്ന രാത്രി ഒരു പണിതൊന്നും കിട്ടിയല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ആട്ടെ, അങ്ങനെ പറയണമായി ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇടത്ത് നിന്ന് എടുത്ത് വലത്തോട്ടിടുക. അത് തന്നെ പറയണത്, ഈ ഇടത്ത് എടുക്കുന്നതും വലത്ത് എടുക്കുന്നതും എന്ത് വ്യത്യാസം? ഈ ഇടത്ത് തൊട്ട് ഈ വള്ളത്തിന്റെ 1.5 മീറ്റർ ദൂരം ഉണ്ടാവും. ഇവിടെ നിന്ന് കിട്ടാത്ത മീൻ ഇപ്പുറത്തിട്ടാ കിട്ടണത് എന്തുകൊണ്ടാണ്? അങ്ങനെ കിട്ടും. കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ശബ്ദം ദൈവമാണ് അവിടെ പറയുന്നത്, അതനുസരിച്ചാൽ മതി. എന്തായാലും അവർ അത് വഴങ്ങി. അതാണ് അവരെ അന്ന് പഠിപ്പിച്ചത്. ഞാൻ ദൈവം പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ, പിതാവ് എന്നെ അയച്ചിട്ട് ഓരോ നിമിഷവും പിതാവ് പറയുന്നതല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മുടെ ഇഷ്ടംമാതിരി എന്തെങ്കിലും ചെയ്യാനല്ല അയച്ചത്, അത് പഠിപ്പിക്കാൻ കൂടി വേണ്ടിയല്ലേ അവരെല്ലാവരും ഒന്നിച്ച വെള്ളത്തിൽ കാര്യം. വള്ളവും പണിയെല്ലാം വിട്ട് ഇനിമേൽ ഞാൻ ഇതിന് പോകില്ല എന്ന് പറഞ്ഞവരൊക്കെ അന്ന് വള്ളം പണിക്ക് പോയി. പക്ഷേ വിജയിച്ചില്ല. പക്ഷെ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ആ ശബ്ദം അനുസരിച്ചപ്പോൾ, ഇതോ വലിയ മീൻപിടുത്തം. അവരാ വല വലിച്ച് പൊക്കാൻ പറ്റാണ്ടായപ്പോൾ ഉടനെ അവർക്ക് മനസ്സിലായി ആ വല പൊക്കാൻ പറ്റില്ല. അപ്പോൾ ഉടനെ മനസ്സിലായി, മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? വല പൊക്കാൻ പറ്റാണ്ടായപ്പോൾ മനസ്സിലായി. ഉടനെ പത്രോസ് കംപ്ലീറ്റ് എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വന്നു. അയ്യോ, ഞാനില്ല, നിങ്ങൾ എന്തുവേണം പിടിച്ചോട്ടോ, ഞാൻ ഈ പരിപാടിയില്ല. വളവും വലയും എല്ലാം ഉടനെ കപ്പൽ പിടിച്ച വസ്ത്രമൊക്കെ എടുത്ത് കൂടിക്കൊണ്ട് ഒറ്റ ചാട്ടം. എല്ലാം നല്ല സെറ്റായി. ഞാനങ്ങനെ ആയിപ്പോയി. എല്ലാവരും ഉള്ളത്. അപ്പോൾ അവിടെ എല്ലാം പറയുന്നൊരു കാര്യം എന്താണ്? ശ്രവണമാണ്. അപ്പോൾ നമ്മളിൽ ത്രിത്വത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്, നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ അതനുസരിച്ച് ചോദിക്കാം. ഇയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കർത്താവ് സന്ദേശം പറയണേ? ഇതൊരു മെഷീനുമായി അല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഒരു മണവാളനെ പോലെ നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, ആ മണവാളനും ആ കർത്താവിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കിയിട്ട് ഒരു കന്യാസ്ത്രീ അങ്ങകലെ നിന്ന് വന്നു. കൽക്കട്ടായി വന്നു, ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പേര് ജോലി. പക്ഷേ അവർ ഒരു ദിവസം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. നീ എനിക്ക് ദാഹിക്കുന്നു. തിരഞ്ഞെടുത്തു. അതിലൂടെ കർത്താവ് എന്താണ് അതിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതെല്ലാം ആരംഭിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ലാണ് അല്ലേ? അപ്പോൾ ആ 10-ാം വചനം ഒന്നുകൂടി എല്ലാവരും ഏറ്റു പറഞ്ഞ്, ഒന്നുകൂടി ഏറ്റു പറഞ്ഞ്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്.
ഈശോയെ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് പിതാവ് ത്രിത്വം നമ്മളെ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ്